ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് വെജിറ്റബിൾ സോഴ്സ് ആയിട്ടുള്ള ഒരു ഇലയെ പറ്റിയാണ്. ഈ ഇലയുടെ തോരൻ വെച്ച് കഴിച്ചെന്നാൽ നമുക്ക് നല്ല പ്രോട്ടീൻ കിട്ടും എന്നുള്ളത് ഒരു പുതിയ അറിവായിരിക്കും. കാരണം ഈ ഇല എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല വെജിറ്റബിൾ പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള പയർ വർഗ്ഗത്തിൽപ്പെടുന്ന ചതുരപ്പയറിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളതാണ്. ഈ ഇല കഴിച്ചുകൊണ്ടാണ് മൾബറി ലീവ്സ് എന്ന് പറയുന്ന മൾബറിയുടെ ഈ ഇല കഴിച്ചുകൊണ്ടാണ് സിൽക്ക് എന്ന് പറയുന്നത് 100% പ്രോട്ടീനാണ്. അപ്പോൾ നല്ല സിൽക്ക് ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ മൾബറിയുടെ ഈ ലീവ്സ് കഴിച്ചുകൊണ്ടാണ്. ഈ ഇല കൊണ്ട് നമുക്ക് എങ്ങനെ തോരൻ വയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ തോരൻ കഴിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചെന്നാൽ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി നമുക്ക് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും, ഷുഗർ കുറയ്ക്കാൻ പറ്റും, അമിതവണ്ണവും BP കുറയ്ക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇതിന് നല്ല രീതിയിൽ വൈറ്റമിൻ A അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും മറ്റ് സ്കിന്നിൻ്റെയും ഇപ്പോൾ പട്ട് ഉണ്ടാക്കുന്നത് പോലെ പട്ട് പോലെ തിളങ്ങുന്ന സ്കിൻ കിട്ടാനും നല്ല മുടി ഉണ്ടാകാനായിട്ടും ഹെയർ ഉണ്ടാകാനായിട്ടും ഒക്കെ ഈ മൾബറി ലീവ്സ് കൊണ്ടുള്ള തോരൻ നമുക്ക് സഹായിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ഇത് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദ സാറ് ഒരു തവണ ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോൾ, ആൻറ്റി അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ആൻറ്റി ഈ വിഭവം വെച്ച് കൊടുക്കുകയും അച്യുതാനന്ദ സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ട് അത് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അച്യുതാനന്ദ സാറ് ഇപ്പോഴും 100 വയസ്സിനോട് അടുക്കുന്നു. ഈ പ്രായത്തിലും ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഹാരശീലങ്ങളിലും ആരോഗ്യത്തിലും വ്യായാമത്തിലും ചെയ്യുന്ന നിഷ്ഠയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിലേക്ക് കിടക്കാം. ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ മൾബറിയുടെ കൂമ്പിലയാണ് എടുക്കേണ്ടത്. കൂമ്പില, അതായത് ആ തളിരില. അപ്പോൾ ആ കൂമ്പില എന്ന് പറയുന്നത് 100 ഗ്രാം നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ഉപയോഗിച്ചാൽ മതിയാവും. വെളുത്തുള്ളി 2-3 അല്ലി എടുക്കുക. ചുവന്നുള്ളി 2-3 എണ്ണം എടുക്കുക. അതുപോലെ ഒരു 3-4 കാന്താരി മുളകും കൂടി എടുക്കുക. അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് നമുക്ക് അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത്, ഈ ഇലയുടെ കൂടെ ചേർത്ത് നമുക്ക് ഒരല്പം വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ ഇട്ട് ഒന്ന് ചിക്കി തോർത്തിയെടുക്കുക. അപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മളുടെ ഇത് മൂപ്പിച്ചതിന് ശേഷം ഈ ഇലയും കൂടെ ഇട്ട് തേങ്ങയും നമ്മുടെ അരിഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ചിക്കി തോർത്തി എടുത്തതിന് ശേഷം ഒന്ന് വിളമ്പി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വന്ന് കഴിച്ചു നോക്കൂ. എന്നിട്ട് ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഇനി ഈ മൾബറിയുടെ ഒരു ചെടി നമ്മൾ നട്ട് വളർത്തിയെന്നാൽ 60 വർഷം വരെ നമുക്കതിൽ നിന്ന് മൾബറി അതിൻ്റെ പഴവും ഫ്രൂട്ട്സും കഴിക്കാം. അതുകൂടാതെ മൾബറി ഇല വെച്ച് നമുക്ക് തോരനുണ്ടാക്കി എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഈ ഇലക്കറികൾക്ക്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിന് നമ്മുടെ കുടലിനെയെല്ലാം ശുദ്ധീകരിക്കേണ്ട ഒരു കർമ്മം കൂടിയുണ്ട്. അത് ഒരു ചൂല് പോലെ നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചൂല് വെച്ച് നമ്മുടെ അമ്മമാരൊക്കെ രാവിലെ മുറ്റം അടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലും ഒക്കെയുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം ഈ ചൂല് പോലെ അടിച്ച് വൃത്തിയാക്കി പുറന്തള്ളാനായിട്ട് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളെ സഹായിക്കും. ഇത് നമ്മളൊരു മരുന്ന് പോലെ കഴിക്കണമെന്നാണ് പറയുക. ഇതിന് വലിയ ടേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സാധനങ്ങൾ മരുന്ന് പോലെ കഴിക്കേണ്ടതുണ്ട്. അതിൽ പെടുന്ന ഒന്നായിട്ട് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പറയാം. പക്ഷേ അതേസമയം നല്ല ടേസ്റ്റും കൂടെ ഉണ്ട്, അതിൽ നല്ല പ്രോട്ടീൻ റിച്ച് സോഴ്സും കൂടെയാണെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും മൾബറി ലീവ്സ്, ഒരു മൾബറി പ്ലാന്റ് എങ്കിലും നിങ്ങളുടെ തൊടിയിൽ നട്ടു വളർത്തുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഇനി മൾബറിയുടെ തൈ ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കഴിവതും മെസ്സേജിലൂടെ തന്നെ മറുപടി തരുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി, ഞാൻ സുൽത്താൻ ബത്തേരി.